Thank you, Pastor. Praise the Lord. Praise the Lord. Greetings to all of you. Greetings to the church from us both in Pune. നമ്മുടെ മുൻപില് സമയം അല്പമേ ഉള്ളൂ, എന്നാൽ നമ്മുടെ മധ്യത്തിൽ ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുന്നു. We want his name to be exalted in the midst of us today. So without going into any deep introduction, in the beginning, as go forward depending on how the Holy Spirit leads us, we'll surely share our own introductions. Okay, but we will straight away go on to the psalm which God has given us. ദൈവസഭയുടെ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയോടെ ദൈവത്തിൽ നിന്ന് ലഭിച്ച സങ്കീർത്തനം 126 സങ്കീർത്തനമാണ് 126. അത് ഞാനും ഷേബയും ഇവിടെ ഞങ്ങൾ രണ്ടുപേരും അത് പാടാം. ഞാൻ മലയാളത്തിൽ വായിക്കുമ്പോൾ ഷേബ ഇംഗ്ലീഷിലും വായിച്ച് നമുക്ക് ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കാം. 126 സങ്കീർത്തനം ആരോഹണഗീതം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. When the Lord restored the fortunes of Zion, we were like those who dream. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. Then our mouth was filled with laughter and our tongue with shouts of joy. Then they said among the nations, the Lord has done great things for them. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. The Lord has done great things for us. We are glad. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. Restore our fortunes, O Lord, like streams in the Negev. കണ്ണുനീരോടെ വിധിക്കുന്നവർ ആർപ്പോടെ കൊയ്യും. Those who sow in tears shall reap with shouts of joy. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. He who goes out weeping, bearing the seed for sowing, shall come home with shouts of joy, bringing his sheaves with him. ആമേൻ. ഹല്ലേലൂയ. ദൈവമേ പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, 126 സങ്കീർത്തനം നാം വായിച്ചു. ആമേൻ. ഹല്ലേലൂയ. അത് ഒരു ആരോഹണ ഗീതമാണ്. നമുക്കറിയാം, ഇറ്റ് ഈസ് അസെൻസ്. ഓക്കെ, ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, 120 മുതൽ 134 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഇസ്രായേൽ മക്കൾ യെരൂശലേമിലേക്ക് ദൈവത്തെ ആരാധിപ്പാനായിട്ട്, ഉത്സവം ആചരിപ്പാനായിട്ടും മറ്റു യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, സിയോൻ പർവ്വതം കയറുമ്പോൾ, അല്ലെങ്കിൽ ആലയത്തിന്റെ പടികൾ കയറുമ്പോൾ, ഹല്ലേലൂയ, പാടി ആരാധിക്കുന്ന സങ്കീർത്തനങ്ങൾ എന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വിശുദ്ധ പകൽക്കാലം നമ്മളും സഭയായി ദൈവം തന്റെ പർവ്വതത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിന്റെ 24 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ മോശയോട് ദൈവം ഇങ്ങനെയാ പറഞ്ഞത്. The Lord said to Moses, "Come up to me on the mountain and wait there." മോശയെ വിളിച്ചതുപോലെ, ഹല്ലേലൂയ, എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കാം. കാര്യം, ദൈവത്തിന് നമ്മെ ചിലത് ഏൽപ്പിക്കുവാനുണ്ട്. വിശ്വാസം നമ്മുടെ ഉള്ളത്തില്, ദൈവമക്കളെ, നാം പങ്കുവെക്കുന്ന ഒരു മാനുഷികമായ ഒരു കാര്യമല്ല. ഇത് ദൈവം നമ്മെ ഏൽപ്പിച്ചതും നമുക്കായി ആസ് എ കോമൺ ബ്ലെസ്സിങ് ഗോഡ് ഹസ് ഗിവൻ us this word, mind you. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഹൃദയം അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കാൻ ദൈവമക്കളെ നാം ഉത്സാഹമുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നമ്മെ ചിലത് ഏൽപ്പിക്കുവാനുണ്ട്. ഇസ്രായേലിന്റെ നന്മയ്ക്കായി മോശയെ വിളിച്ച് ദൈവത്തെ ഏൽപ്പിക്കാനുള്ളത് പോലെ, ഹല്ലേലൂയ, ഇന്ന് ദൈവവിളി കേട്ട് ഇന്ന് ആരാധനയ്ക്കായി കയറി വന്ന ദൈവമക്കളെ, ദൈവം നിങ്ങളെയും നിറച്ചിട്ട് മടക്കി അയക്കുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ. ദൈവം നന്മകളാൽ തന്നെ നിറച്ച് നമ്മെ ഓരോരുത്തരെയും ദൈവം മടക്കി അയക്കട്ടെ. ആമീൻ. ഹല്ലേലൂയ. യഹോവയെ ആരാധിപ്പാൻ കയറി വരുന്ന ഇസ്രായേൽ ജനം, ഹല്ലേലൂയ, എന്താണ് ആദ്യം ചെയ്യുന്നത്? ഹല്ലേലൂയ. ഈ ആരോഹണ ഗീതങ്ങളിൽ കൂടെ അത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാല്, പുറകോട്ട് നോക്കി, ഹല്ലേലൂയ, യഹോവ അവർക്ക് വേണ്ടി അന്ന് വരെ ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് പാടുകയാണ്. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. നാമും, ഹല്ലേലൂയ, നാം ഒന്ന് പുറകോട്ട് നോക്കി
ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് നാം ഈ ആരാധനയുടെ പർവ്വതത്തിലേക്ക് നമുക്ക് ചേർന്ന് വരാം. ഐ മീൻ അവിടെ ഇസ്രായേല് ഈ ആരോഹണ ഗീതങ്ങളെല്ലാം നോക്കുക നമുക്കറിയാം. അവര് പാടുകയാണ് how God delivered them, delivered their souls. നമ്മുടെ പ്രാണനെ രക്ഷിച്ച ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഓർത്ത് നമുക്ക് ഈ പർവ്വതത്തിലേക്ക് നമുക്ക് ചേർന്ന് വരണം. ഐ മീൻ ഹല്ലേലൂയ. അവിടെ ഇസ്രായേൽ മക്കൾ പാടുന്നത് how God heard their prayers and came for their help. ഐ മീൻ ഹല്ലേലൂയ. നമ്മുടെയും പ്രാർത്ഥനകളെ കേട്ട്, ഹല്ലേലൂയ, നമ്മുടെ നിലവിളി കേട്ട്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ ആകാശത്തൂടെ മേഘാരൂഢനായി ഹല്ലേലൂയ തന്റെ മഹത്വത്തിൽ ഹല്ലേലൂയ സഹായത്തിനായി കടന്നു വന്ന വഴികളും വിധങ്ങളും നാമും മറക്കാതെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് വരണം. ഐ മീൻ പിന്നെ അവർ ചിന്തിക്കുന്ന ഹൗ ഗോഡ് ഇത് പല ഓരോ ആരോഹണ ഗീതകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് ഹൗ ഗോഡ് പ്രിവെയിൽഡ് ഓവർ ദെയർ എനിമീസ്. ഐ മീൻ ഹല്ലേലൂയ. നമുക്കും എതിരായി വന്നതും നമ്മെ മുൻപോട്ട് വിടാതെ തടസ്സമായി നിന്ന ശത്രുവിനെ പോലെ നിന്ന അനവധി വിഷയങ്ങളുടെ മുഖത്ത് നമ്മെ ജയോത്സവമായി നടത്തിയ വിധങ്ങൾ നാമും പുറകോട്ട് നോക്കി ചിന്തിച്ചുകൊണ്ട് ഈ ആരാധനയുടെ പർവ്വതത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അവിടെ ആരോഹണ ഗീതത്തിൽ ഇതുപോലെയും പറയുന്നുണ്ട് ഹൗ ഗോഡ് ബിൽഡ്സ് their homes, how God protected them. I mean ഹല്ലേലൂയ. നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ വീടുകളെ, നമ്മുടെ പട്ടണങ്ങളെ ഹല്ലേലൂയ കാത്ത വിധങ്ങൾ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ പോലെ നാമും ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുകയാണല്ലോ. ഐ മീൻ പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന ഹൗ they could stand in the midst of troubles, unmoving as a Mount Zion. ഹല്ലേലൂയ. എന്നേക്കും കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നമ്മെയും കുലുങ്ങി പോകാതെ താളടിയായി പോകാതെ ദൈവം സൂക്ഷിച്ച വിധങ്ങൾ ഓർത്തുകൊണ്ട് നമുക്കും ഇസ്രായേൽ മക്കളെ പോലെ ഈ ആരാധനയുടെ പർവ്വതത്തിലേക്ക് നമുക്ക് കയറി വരാം. ഒരു കാര്യം പറയുന്നത് ഓർക്കുകയാണ് ഹൗ പ്ലെസന്റ് ഇറ്റ് ഈസ് ടു ലിവ് ഇൻ യൂണിറ്റി ആൻഡ് ഹാർമണി amongst the brethren. ഹല്ലേലൂയ. എത്ര ശുഭവും എത്ര മനോഹരവുമായ കൂട്ടായ്മയിലൂടെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെയും അനുഗ്രഹിച്ച് നടത്തിക്കൊണ്ടുവന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് എനിക്കും ഷേബയ്ക്കും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദേവദാസൻ സണ്ണി പാസ്റ്ററിനോടും സഭയോടൊപ്പവും ഇന്ന് ആരാധനയ്ക്ക് ഞങ്ങൾ കയറി വരുമ്പോഴും ഞങ്ങൾക്കും ഒരു ആരോഹണ ഗീതം പാടാൻ. ഐ മീൻ ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ നടത്തിയ വഴികളെ കുറിച്ച് ഞങ്ങൾക്കും പാടാനുണ്ട്. ഐ മീൻ ഹല്ലേലൂയ. ഞങ്ങളെ വെട്ടിയെടുത്ത പാറയെ ഞങ്ങൾക്ക് നോക്കുന്നുണ്ട്. I mean, hallelujah, to remember the rock from which we were cut out. I mean, hallelujah. ഞങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തെ കുറിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നുണ്ട്. I mean, I want to remember. I don't want to forget the quarry from which I was hewn. Hallelujah. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തത്തിൽ ഒരു വചനമുണ്ടല്ലോ ഇങ്ങനെ. അതിന്റെ 16-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും മൂടാടിക്കൊണ്ടിരിക്കും. ആമേൻ. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും മൂടാടിക്കൊണ്ടിരിക്കുന്നു. The eyes of the Lord is ranging throughout the earth to prove himself strong in those whose hearts are fully committed to him. I mean, hallelujah. ദൈവത്തിന്റെ സ്തോത്രം. Hallelujah. I mean, that is what the word says. Hallelujah. And we also just want to sing to you from our past that it's only because God's wonderful eyes came upon us that we are alive today. I mean, hallelujah. I mean, when when nobody ever understood us, when nobody knew us, it was God who knew. I want to say me. When I say me, it's me and Sheva. We are one. I mean, hallelujah. It's God who knew me. I mean, it is just as I am, and He came in search of me. I mean, hallelujah. And when I was rejected, I felt forsaken. God wanted me.
and he took me into his family. Amen. Hallelujah. And when he took us, took me into his family, and then I was a zero, zero. I was nothing. Hallelujah. But he raised me up from the dust. He raised me up from ashes. Amen. Hallelujah. By his mercy. Amen. Hallelujah. So we just want to sing to you these words. Amen. So I'll just move to that side and we'll just sing the lines. And we want to bless the Lord together. Amen. Hallelujah. Praise the Lord. Praise God. Amen. Amen. யாரும் அறியாத என்னை நன்றாயறிந்து தேடி வந்த நல்ல நேசரே, யாரும் அறியாத என்னை நன்றாயறிந்து தேடி வந்த நல்ல நேசரே, உம்மழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். உம்மழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். ஒன்றுமில்லாத என்னை உம் காருண்யத்தாலே உயர்த்தி வைத்த நல்ல நேசரே, ஒன்றுமில்லாத என்னை உம் காருண்யத்தாலே உயர்த்தி வைத்த நல்ல நேசரே, அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். யாரும் அறியாத என்னை நன்றாயறிந்து தேடி வந்த நல்ல நேசரே, யாரும் அறியாத என்னை நன்றாயறிந்து தேடி வந்த நல்ல நேசரே, அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். தூக்கி எறியப்பட்ட என்னை வேண்டுமென்று சொல்லி சேர்த்து கொண்ட நல்ல நேசரே, தூக்கி எறியப்பட்ட என்னை வேண்டுமென்று சொல்லி சேர்த்து கொண்ட நல்ல நேசரே, அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് യഹോവയുടെ കണ്ണ് നമ്മുടെ മേൽ ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, ഞങ്ങളുടെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് ഞങ്ങൾ ഈ ദിനം ദൈവം ഞങ്ങളെ കാണുമാറാക്കി. ജീവനുള്ളവരുടെ ദേശത്ത് ഞങ്ങൾ അവശേഷിക്കുക മാത്രമല്ല, അവന്റെ നന്മയും അവന്റെ കരുണയും, ഹല്ലേലൂയ, ആയുഷ്കാലം ഒക്കെയും ഞങ്ങളെ പിൻപറ്റുമെന്നുള്ള ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു വരും. I mean, hallelujah. The eyes of the Lord that ranges throughout the earth. I mean, hallelujah. ഈ യഹോവയുടെ കണ്ണ്, ഹല്ലേലൂയ, മോശ അതിനെ കുറിച്ച് പറയുന്നത് എന്തറിയാമോ? മോശ
യഹോവയുടെ കണ്ണിനെ സംബന്ധിച്ച് മോശയെ കുറിച്ച് എന്താ പറയുന്നതെന്ന് അറിയാമോ? അത് ഉൽപ്പത്തിയിലെ 6-ാം അധ്യായത്തിലാണ്. അവിടെ നാം കാണുന്നത്, ഇറ്റ്സ് റിട്ടൺ മോസസ് ഫൗണ്ട് ഗ്രേസ് ഇൻ ദി ഐസ് ഓഫ് ദ ലോർഡ്. I mean, Noah found grace in the eyes of the Lord. I mean, hallelujah, യഹോവയുടെ കണ്ണില് നോഹ കണ്ടത് കൃപയായിരുന്നു, കൃപ. I mean, and that is what made him stand apart in his generation. അവന്റെ തലമുറയിൽ അവൻ വേർപെട്ട് നിൽക്കത്തക്കവണ്ണം, സർവരിലും വ്യത്യസ്തനായി നിൽക്കത്തക്കവണ്ണം അവൻ ഹല്ലേലൂയ യഹോവയുടെ കണ്ണിൽ കൃപ കാണുവാൻ ഇടയായി. ദൈവമക്കളെ, ഈ കൃപ നിറഞ്ഞ യഹോവയുടെ കണ്ണ് ഇവിടെ നാം വായിക്കുന്നു. അത് യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഊടാടിക്കൊണ്ടിരിക്കുന്ന എന്തിനാണെന്നറിയോ? യഹോവയുടെ കണ്ണ് ഇറ്റ് ഇസ് സെർച്ചിങ്, ഇറ്റ് ഇസ് going around the globe, round and round, searching. Hallelujah. നോക്കുക എന്നല്ല, it is actually searching. I mean, യഹോവയുടെ കണ്ണ് ഈ കൃപ നിറഞ്ഞ കണ്ണ്, ദയ നിറഞ്ഞ കണ്ണ്, അവന്റെ കരുണ നിറഞ്ഞ കണ്ണ്, അവന്റെ ഹല്ലേലൂയ അനുഗ്രഹങ്ങളാൽ നിറഞ്ഞ അവന്റെ കണ്ണ് ഹല്ലേലൂയ അന്വേഷിക്കുകയാണ് കേട്ടോ. എന്താണ് അന്വേഷിക്കുന്ന അറിയാമോ? നമുക്കറിയാം എവിടെ അന്വേഷിക്കുന്ന അറിയാം. നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് ഹൃദയങ്ങളെ അന്വേഷിക്കുകയാണ്, ഹൃദയങ്ങളിലേക്ക് നോക്കുക. ആൻഡ് വാട്ട് ഈസ് ഹി ലുക്കിംഗ് ഫോർ? I mean, hallelujah, വെറുതെ ഹൃദയത്തിലേക്ക് നോക്കുകയല്ല, he is expecting to find something. We have a God who loves us, who is truly expecting to find something in our heart. Just know that. You know what he is expecting? എന്താണ് അവൻ പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാമോ? He is saying, who is there? തങ്ങൾ ഏകാഗ്ര ചിത്തനായിട്ട് ആരുണ്ട്? I mean, hallelujah, his eyes are looking into the hearts of all the people. I mean, hallelujah, എല്ലാവരും സകലരും, അവൻ സൃഷ്ടിച്ച സകല ജനത്തെയും അവൻ ഹല്ലേലൂയ ഹൃദയങ്ങളിലെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തെന്നറിയാമോ? I mean, who is committed to him? Who is fully committed to him? Who is devoted to him? Whose heart is loyal to him? Whose heart seeks him? I mean, hallelujah, that is what the eyes of the Lord is searching into our hearts today. I mean, hallelujah, and he does it with a purpose, dear children of God. Why is he doing so? Because he wants to do something, just like he called us upon this mountain. നമ്മ ഈ മലമുകളിലേക്ക്, ആരാധനയുടെ പർവ്വതത്തിലേക്ക് നമ്മെ വിളിച്ച് കയറ്റിയിട്ട് he wants to do something. Our God is a God who is always at work. I mean, he does nothing for nothing. You understand that? He does nothing for nothing. He does everything with a purpose. That we see all around in our lives. I mean, you see, look at anything, we can see a perfect purpose of God in it. I mean, our eyes should always see that, dear children of God. I mean, whatever you see, whether you see outside, you see a flower, you see another person, you see a bird, you see animal, you see the nature, whatever you see, look at. Let your eyes be open to see God's wonderful purposes in and through all those. I mean, hallelujah. I mean, it's a joy, real joy, dear children of God. I mean, hallelujah. എന്നാൽ യഹോവയുടെ കണ്ണ് നോക്കി കാണുന്ന എന്തിനെന്നറിയാമോ? Hallelujah. He is looking for those who are committed. If he finds a heart that is committed, he does something. He wants to do something in their lives. He wants to prove himself. I mean, hallelujah. If you have a commitment, I mean, if you commit something to God, as the word of God is saying, he is at work to prove himself. I mean, it's like it is his. The moment you have committed, it is God's own. I mean, it is his responsibility. And it is his desire. It is because of his name. His name's sake, he will prove. Hallelujah. ദൈവമക്കളെ, ദൈവസ്തോത്രം. ഇതങ്ങനെ ദൈവം ചെയ്ത ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, വൻ കാര്യത്തെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ഹൃദയങ്ങളെ നോക്കി, ഞങ്ങളുടെ കമ്മിറ്റ്മെന്റിനെ നോക്കി, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിൽ അവൻ ഹല്ലേലൂയ പ്രൂവ് ചെയ്ത, അവന്റെ ശക്തി തെളിയിച്ച ഹല്ലേലൂയ ഒരു കാര്യം ഞാൻ സാക്ഷ്യം പറഞ്ഞ് മുമ്പോട്ട് പോകാൻ അല്പസമയത്തിനുള്ളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ദൈവമക്കളെ, എനിക്ക് 9 വയസ്സുള്ളപ്പോൾ ഞാൻ സൈനിക് സ്കൂളിൽ ജോയിൻ ചെയ്തു, മിലിറ്ററി സ്കൂളിൽ ജോയിൻ ചെയ്തു. അന്ന് മുതൽ ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് മാറിയേ ജീവിച്ചിട്ടുള്ളൂ. അവധിക്ക് മാത്രം ഞാൻ വീട്ടിൽ വന്നിട്ടുള്ളൂ. I mean, as a bright and a successful boy, from the school, I joined the National Defense Academy when I was 16 years old. I mean, hallelujah. And there too, I was a very successful,
young man. I mean, at the age of 19, I joined the Indian Navy. Hallelujah. And I was a commissioned officer, commissioned by the President of India, as per the standards, as a commissioned officer before I was 20 years old. I mean, I became in the Navy. I then became an engineer. I did engineering and then went in to do marine engineering specialization. And I served on board ships as a marine engineer, as a chief engineer for many years in the Navy. And hallelujah. And then I went on to do aeronautical engineering specialization. And then as an aeronautical engineer, I served in the naval air squadrons, and even on board ships, as air squadrons, aircraft carriers, and etc. Okay, I served in those for many years, and as a unique person, uh, you know, uh, being the only one in the Navy, the Navy sent me to do flying. I mean, I live with the Air Force, and therefore I became qualified as a pilot, also in the Navy, and the rest of the years, almost 28 years, I served as an marine engineer. I served as an aeronautical engineer. I flew the naval aircrafts from ships and aircraft carriers and all over the place, all over the world, as a pilot. I mean, hallelujah. There was none like me in the Navy. I mean, hallelujah. From the age of 19, 20, when I started wielding power. As an officer, you wield power, dear children of God. I mean, I enjoyed, wealth and health and fame and such from that very young age. Okay, I traveled the world. I mean, I got married, to my beautiful wife just because we wanted it. I mean, hallelujah. I did everything that I wanted, just the way I wanted. I mean, hallelujah, dear children of God. I was over the years of my life, I shaped myself to be a selfish guy, a self-centered person, an arrogant guy, a proud champ, who kind of thought I built my own life. I never had a thought of God. In fact, I never felt the need of God in my life those days. So, in fact, by my life, even though I may not have said anything much, because I never thought about it, I never bothered anything about it. I didn't say anything, but by my life, I denied God. Dear children of God, we ought to be very cautious on this, dear children of God. നാം വളരെ സൂക്ഷിക്കുന്ന ഒരു വിഷയമാണ് കേട്ടോ ദൈവമക്കളെ. നാം നമ്മുടെ ദൈവത്തെ സാക്ഷീകരിക്കേണ്ടത് നമ്മുടെ ജീവിതം വെച്ചാണ്. I think it is easy to speak. It's easy to say many things. But it is by life that you testify for the God whom you and me love and serve. മ്യൂട്ട് ആയിപ്പോയി. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? Show thumbs up. Okay, wonderful. Okay, there was an interruption. There was a call. I mean, hallelujah. We ought to prove that we prove our faith by our life. I mean, not by words. Words don't prove nothing. We know it. What does word mean? I'm saying our words, not the word of God, mind you. Hallelujah. But I built up a great tower of my life, and which I was building so high and so high. But one day it was brought down to ground zero. It was on the 29th of May 1993, in the early hours of the morning, I was found left forsaken, lying in the national highway somewhere near Chennai, near Chengalpettu. I was lying helpless. I was bleeding. I was dying. I was sure to be left alone to die. I mean, I was involved in a head-on collision. My car with a transport, the Tiruvallur transport bus, and I was driving that car. Hallelujah. I mean,
head on, plump. And the bus climbed on top of the car and dragged us back. One of my cousin brother who was sitting right next to me on my left, he died on the spot. Another brother of mine who was sitting behind me, he died that day. And my mother, who was with us, she was in a coma. Hallelujah. And I was a driver who took that whole impact. Hallelujah. And I too was in the deepest of the valley of the shadow of death. I mean, hallelujah. You know, they tried to work on me. There was an emergency surgery, but there was no hope even after that. Hallelujah. I was face to face with death. Tomorrow may never come for me again. My wife would be a widow. My two children, they would be orphans. I was faced with that truth that was revealing before me. Hallelujah. Hallelujah. But one night, hallelujah, hallelujah, and God sent an angel to my bedside in the military hospital in ICU, Chennai. I mean, it was a military nurse, hallelujah, who heard about this accident and was sympathetic. Okay, and but she came on at my bedside one night and she said, when all your hope is gone, when all the doors are closed on your face, there is one door, she said, that will be open for you. And now I didn't understand. So I asked her what. So she said, if you believe in Jesus Christ, he is able to save you from death. അവൻ നിന്റെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അവന് കഴിയും. Hallelujah. Hallelujah. The children of God, I was a Christian by birth. I married in the church. My children were baptized when they were small little ones. Amen. Hallelujah. I have a priest in my family. I had, bishops in my family. But the fact is, I never knew a God who is truly a very present help in times of your need, in your trouble. നിന്റെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ അറിഞ്ഞിരുന്നില്ല. Hallelujah. Amen. So I told her, yes, I will believe. And she made a small prayer and she went away. And that night, that very night, hallelujah, turned my life 180 degrees. Oh, my condition for no reason just reversed. I was heading to die and suddenly the direction was reversed that night. I mean, because the next morning, first thing I opened my eyes. Then, doctors came, medical assistants came, nurses came, Sheba came to the bedside. And we all knew that something happened last night beyond understanding. I mean, hallelujah. And we realized that was probably the first time I noticed the name of Jesus. I heard nothing more. Just that name of Jesus that made the first turn in our lives that night. So we both, the morning, we both realized one thing, that we are seeing what God is doing. It was the first time we noticed it. Amen. Hallelujah. And that very day, that very morning, till around 7 o'clock in the morning, Chennai in that ICU, we both, Sheba and me, Elizabeth and me, we took a decision. We made a commitment. We said, it's like this, what we said. We both said, if I get this life back, then I will read the Bible and try and live a life according to the Bible. This was the commitment that we made, dear children of God. We both of us made a commitment. We are going to read the Bible and try and live by the Bible. I mean, I told you about the eyes of the Lord that was ranging through the earth. I mean, I believe on that day, hallelujah, the eyes of the Lord that was raging through the earth came over Chennai. And when it came over Chennai, hallelujah, his eyes saw two hearts.
two hearts making a commitment. Hallelujah. At that very day, that very moment, hallelujah, his eyes were set upon us. And hallelujah, we became his. Everything of ours became his from that moment. And he began to prove his strength in our lives. Hallelujah. And on our part, we began to read. Of course, I was bedridden. It took many weeks, many months. I was totally bedridden. I was shifted from hospital to hospital, surgery to surgery. I mean, there was a lot of things that we were going through. Hallelujah. But we started reading. How? Sheba was sitting beside me. She was reading, and we both were listening. We started reading the word of God. Hallelujah. And when we started reading the word of God, we were ready to believe every word that is written there. And we believed every word that is written. We had no reason to question, because it came so clear in our hearts. We knew that it is God's word. We knew that it is God speaking. So we made commitments. We kept on making commitments. And hallelujah, for every day that is before us, we began to pray. And in these situations, needs are impossible needs, I mean, we began to pray. We began to make commitment. In the hospital, I was still bedridden. I mean, when I say bedridden, totally, I can't even lift my body. It was in that shape for almost 4 months. Praise the Lord. At that time, I mean, hallelujah, we received Jesus into our hearts as our Savior. We committed to do everything what the Word of God said to us. And over the next few months, we believed, we received Jesus as a Savior. We got baptized. We hallelujah, separated ourselves. We came into fellowship. Hallelujah. We were filled with the Holy Spirit. I mean, hallelujah. We were destroyed. My body was destroyed. I mean, I'm not going to take time to explain. We were destroyed, ground zero. Financially, we lost everything. My mother's treatment, ground zero. Hallelujah. I mean, praise the Lord, physically, mentally, and financially. I mean, hallelujah. I mean, praise the Lord. But you know what happened? God began to prove his strength. Let me say it very quickly. I mean, God gave me life back again. Okay, the next step was, will I rise from my bed? Took months, but God, made me stand up. I mean, hallelujah. Then, hallelujah, it was whether will I live like a handicap my life. Hallelujah. God made me throw away my, crutches. I mean, hallelujah. And he began to prove his strength in every need of ours from that moment. I mean, there was a stage when, being a pilot, I have to be medically fit to fly again, or to come back to normal life. So we have a very senior medical board which looks at us, and what they said is, okay, now that I'm going to have limitation in my ability, and hence I cannot come back to a normal life. They said if I'm able to do a routine, I mean, take care of my routines, I should be happy in having recovered. I mean, hallelujah. But you know what happens when God sets his eyes on you? Tell me, and he has plans over you. And when you read the word and you receive his promises and you hear his voice as to what he is going to do in our lives, you know what it means? It means you tell me, who can draw a boundary upon what God is able to do? Hallelujah. Dear children of God, to tell you, in one shot, from the day I ran into the accident, it was the 8th month. When 8 months were completed, I was sitting in a cockpit of a war, aircraft, a war machine once again, and I started flying all over again. 8 months flat. Hallelujah. And we were mentally, so thoroughly destroyed. My 2 families were orphaned. My brothers, the 2 families were orphaned. We were mentally shaken, gone. Hallelujah. But God gave us a peace that is beyond all understanding. Hallelujah. And a peace that is beyond all understanding, dear children of God. We recovered from there. And as far as financially goes, I'll tell you, we lost everything. Zero. But I'll tell you, when God begins, God doesn't need much. Hallelujah. He needs only very little, dear children of God, in order to increase it for you. I mean, it didn't take any time. Dear children of God, in his wonderful ways, he made us wealthy once again.
I mean, hallelujah. I mean, both financially, both mentally, and physically. Hallelujah. God built us again. I mean, hallelujah. I mean, hallelujah. Praise the Lord. And I went along that, for, in the Navy for another 24 years. I mean, hallelujah. All the 24 years fit to fly, flying fit all the time. I mean, hallelujah. And I served the Navy for 38 years, dear children of God. In full complete fitness, and we retired with absolute, S1A1 it's called, in the best health, best of health. I mean, hallelujah. And all the 24 years, God's mercy was upon us. We stood witness to God's mercy upon our lives in the Navy. Dear brothers, hallelujah. I mean, hallelujah. He built our lives again. നമ്മുടെ ജീവിതങ്ങളെ പണിയുവാൻ ദൈവത്തിന് സാധിക്കും. എത്ര തകർച്ചയായാലും ശരി, കർത്താവ് നിന്നെ ജീവിപ്പിക്കുവാൻ അവൻ, ഹല്ലേലൂയ, അവൻ കർത്താവാണ്. He is the Lord over your life. He is the Lord over nature. He is the Lord over, our mind, our body, our spirit. He is the Lord over everything. I mean, hallelujah. I mean, he can build our lives. Hallelujah. He can build your life just the way he's built ours. There's only one common factor that is needed, and that is commitment. I mean, just commit to him, give to him the lordship to him in any area, very specific area where you're struggling. Live that area to him, commit it to him. The moment he takes it over, it becomes his, and he will begin to prove his strength in your life. ഇന്ന് ഞാൻ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ എനിക്ക് ഒരു വലിയ ബലമാണ് മക്കളെ, എനിക്ക് ധൈര്യമാണ്, എനിക്ക് പ്രത്യാശയാണ്. I mean, ഇത്രത്തോളം നടത്തിയവൻ എന്നെ ഇനിയും നടത്തും. I mean, യെരുശലേമിലേക്ക് യാത്ര ചെയ്ത് കയറി പോകുന്ന ഇസ്രായേലിന്റെ ധൈര്യം അത് തന്നെയായിരുന്നു. നമുക്കും ആ ധൈര്യം പ്രാപിക്കാം. അല്ലെങ്കിൽ അല്ല, 1-ാം വാക്യം 126 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, യഹോവേ നിന്റെ പ്രവാസികളെ യഹോവ നിന്റെ നീ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ. What is it in English? When the Lord restored the fortunes of Zion. I mean, when the Lord restored the fortunes of Zion. I mean, the people of Israel was in captivity in Babylon under exile. They were like prisoners of their circumstances. When we see the history of Israel, they're always found to be surrounded by enemies. We know that even today. I mean, hallelujah. And this enemies always wants, hallelujah, to destroy them, to remove them from the face of the earth. They want to try to bring them back into captivity, into slavery. That is what our enemy always wants, with children of God. I mean, many people, around us dislike children of God. I mean, they're always looking to accuse children of God. They're jealous of, the children of God sometimes. And they try to block our blessings and, our good fortunes and good future. I mean, sometimes even it appears that, the enemy has done it. And I'm sure we all sometimes go through those feelings. We feel, okay, the enemy has actually done it. I mean, no, but, it may also be true that maybe, God allowed some of them in order that, he may work out something good in our lives according to his will, for a while. I mean, hallelujah, are you understanding me? In order that, some good comes, forms in us. Hallelujah. Maybe a few days, maybe for a few weeks, maybe for a few months, sometimes even it may go on for years. But, I want you to look at an oyster. An oyster, when a grain of sand, comes in between, in between the shell, it enters the oyster. I mean, hallelujah. And it can be very painful, because it's rough. I mean, it's irritating, for the soft tissue of the oyster. So what does it do? I mean, what it does is it works on it. I mean, hallelujah, it produces a gummy substance. I mean, and begins to cover the grain. I mean, it begins to, smoothen, hallelujah, the problem. I mean, hallelujah, and it is at work, almost all its life.
and oysters at work all its life. And finally, it smoothens every sharp, hallelujah, corners, every painful parts, or every, hallelujah, rough ends, and hallelujah, every irritating parts of the grain. And soon, the grain doesn't look like sand grain anymore. I mean, hallelujah. I mean, it becomes a smooth, it becomes hard, it becomes a beautiful pearl. Hallelujah. We too have pearls in the making in our lives. I mean, hallelujah. Mostly for parents, we need to always end up needing to work on the rough, edges, the painful, parts, and the sharp areas and the irritating edges of our children. I mean, hallelujah. We sometimes need to work for years and years, patiently. I mean, hallelujah. Cover their, the rough edges, cover those sharp things with our prayer. I mean, hallelujah, with love. I mean, with grace. Cover, hallelujah, cover those areas with showing kindness. Cover them with mercy. Keep covering them with compassion. Hallelujah. And that's what we do. I mean, hallelujah. And that's what we do. And we have two such pearls in the making, They are adults. Okay, one of them is in New York, the other is in Boston at the moment. Here, here I just want to say very quickly, I want to finish up very quickly here. Israel is under captivity, not for just 7 days or 7 weeks or something, but 70 years. A full generation actually passes by in that time. But the Psalm says, I mean, it looks as if the enemy has already almost won. 70 years here. But the Psalm says something. The psalmist says something. It says, when the Lord restored. I mean, Madaki Varuttiyapol. I mean, there is an assurance, dear children of God. He will restore. I mean, Madaki Varuttum. God will restore. ദൈവം നിന്നെ മടക്കി വരുത്തും, നിന്നെ യഥാസ്ഥാനപ്പെടുത്തും. നീ വിശ്വസിക്കുമോ? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നിന്റെ തലമുറയെ ദൈവത്തിന്റെ പ്രവാസത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന്, തടങ്കലിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന്, from their hopelessness, he will restore. അവൻ മടക്കി വരുത്തും. Hallelujah, you have come up to this mountain. I mean, in prayer and fasting, I can imagine. We are sitting here with prayer and fasting. I mean, hallelujah, and we are crying to the Lord. I mean, നമ്മൾ ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ സംഘത്തിന്റെ അവസാനത്തെ 2 വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ഹല്ലേലൂയ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കും. I mean, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരും. I mean, ഇത് കണ്ണീരോടെ വിതയ്ക്കുന്ന കാലമാണ് ദൈവമക്കളെ. നമുക്ക് ഒരു പക്ഷേ വിത്ത് ചുമന്നും കരഞ്ഞും കൊണ്ട് നടക്കുന്ന ഒരു കാലമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് നാളല്ല, കുറെ നാളുകളായി നീ നിലവിളിക്കുകയായിരിക്കും. നിന്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ് ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. On the mountain of God, it will be provided. ഹല്ലേലൂയ. അബ്രഹാം ആരാധിക്കുന്ന മോറിയ മലയുടെ മുകളിൽ തന്നെ തനിക്ക് വേണ്ടി ഒരു യാഗമൃഗത്തെ ദൈവം കരുതിയിട്ടുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവഹിതത്തിന് പൂർണ്ണമായി ഹല്ലേലൂയ അനുസരണം കാണിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത ഇസഹാക്കിന്റെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ കയറി ദൈവത്തെ ആരാധിക്കാൻ കയറിയ മോറിയ മലയിൽ തന്നെ അവന്റെ വിടുതലിനായി ദൈവം, ഹല്ലേലൂയ, ഒരു കാട്ടില്, ഹല്ലേലൂയ, കൊമ്പ് പിടിപ്പെട്ട ഒരു ആട്ടുകൊറ്റനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. Hallelujah, Jehovah Jireh. Hallelujah. I mean, he is Jehovah Jireh for you. I mean, hallelujah. സഹോദരർ ഒത്തൊരുമിച്ച്, ഹല്ലേലൂയ, ശുഭമായി മനോഹരമായി വസിക്കുന്ന ഈ സഭയിൽ തന്നെ ദൈവം നിനക്ക് അനുഗ്രഹം കൽപ്പിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുമോ? I mean, ഹല്ലേലൂയ, നിന്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ, ഹല്ലേലൂയ, നിന്റെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ബന്ധങ്ങളെ സംബന്ധിച്ച്, if you are broken in your heart, I mean, hallelujah, അകൽച്ച വന്നിരിക്കുന്നത് പോലെ അനുഭവത്തിൽ കൂടെ പോകുന്നുവെങ്കിൽ, I am telling you, God will build your relationship again. He will revive it. He will quicken it. അല്ലെങ്കിൽ ഇന്ന് ഈ വചനം, അല്ലെങ്കിൽ യാക്കോബ്, അല്ലെങ്കിൽ യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന്റെ ചൈതന്യം പ്രാപിച്ചതുപോലെ നിന്റെ, ഹല്ലേലൂയ, ഉലഞ്ഞിരിക്കുന്ന ചില ബന്ധങ്ങളിൽ ഒരു ചൈതന്യം ഇന്ന് വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അല്ലെങ്കിൽ നിന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നീ, ഹല്ലേലൂയ, കർത്താവ്, if you are suffering a loss, God is able to restore it for you.
I mean, hallelujah, here on this mountain. ഓ ദൈവത്തിന്റെ സമൂഹത്തിൽ നിനക്ക് യഥാസ്ഥാനത്തിന്റെ കാലം നിനക്ക് വരും നിശ്ചയം. Times of hallelujah restoration will come for you, and from his presence you will get times of refreshing too. God will restore. He says, God says, I will restore you the years that you have lost. Hallelujah. വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ദൈവം നിങ്ങൾക്ക് തരും. ഇന്ന് let your faith grow. I mean, hallelujah, let your faith grow. I want to say, not just grow, let your faith show. I mean, hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 7-8 ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമ ഉള്ളവനായിരുന്നാലും ശരി, അവൻ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. അല്ലെങ്കിൽ കർത്താവാണ് പറഞ്ഞത് കേട്ടോ. എന്താ പറയുന്നത് അറിയുമോ? വേഗത്തിൽ പ്രതിക്രിയ തന്ന് അവരെ രക്ഷിക്കുമെന്ന് കർത്താവാണ് പറയുന്നത്. ഒറ്റ ഒരു കാര്യം ആവശ്യമുള്ളൂ, വിശ്വാസം മാത്രം മതി. വിശ്വാസം മാത്രം മതി. Let faith grow and let faith show in your life. Let your life reflect faith, dear children of God. Let your generation, hallelujah, see faith in your life, dear parents. Hallelujah. Let the people around you, hallelujah, who is working with you, whom you interact with, let them see faith in your life. Let it reflect from your life. I mean, സിയോനിൽ നിന്ന് ഓ ഇസ്രായേലിന് രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഹല്ലേലൂയ, ദാവീദിനെ പോലെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ധാന്യവും വീഞ്ഞവും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം അയക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഒരു പാട്ടിനൊരു ഈരടി പാടി ഞാനിത് അവസാനിപ്പിക്കാം. ഇന്ന് ദൈവസന്നിധിയിലെ കർത്താവെ, നമുക്ക് നന്ദിയുള്ളവരായി, ഹല്ലേലൂയ, നന്ദിയോടെ, ഹല്ലേലൂയ, നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഐ മീൻ, ഹല്ലേലൂയ, ഈ ദൈവം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ ചെയ്തത് ഓർത്താൽ നമുക്ക് എങ്ങനെ, ഹല്ലേലൂയ, അവന്റെ സന്നിധിയിൽ ഹല്ലേലൂയ പാടാതിരിക്കാൻ കഴിയും. ഐ മീൻ, ഹല്ലേലൂയ. അർഹിക്കാത്ത നന്മകളെ എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകൾ എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക് സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക് സ്തുതി, നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കണ്ണുകളടയ്ക്കാൻ തള്ള വണക്കം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾക്ക് ഇന്ന് തന്ന സംഗീതത്തിന്റെ ഹല്ലേലൂയ, അതിന്റെ വചനങ്ങളെ, അതിൽ കൂടെ നീ ഞങ്ങളുടെ ഹൃദയങ്ങളോടും ദൈവജനത്തോടും സംസാരിച്ച ആലോചനകളെ നിന്റെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗമേ, നീ ഞങ്ങൾക്ക് ഹല്ലേലൂയ ദൈവമായിട്ടുള്ളത് കൊണ്ട് ജീവനും ചൈതന്യമുള്ള നിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാണനെയും സന്ധിവച്ചുകളെയും എല്ലാം തുളച്ച് ചെല്ലും വരം ചെന്ന് കർത്താവെ ഹല്ലേലൂയ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതും ഞങ്ങളെ ബലപ്പെടുത്തുന്നതും ജീവിപ്പിക്കുന്നതുമായ വചനം അയച്ചതിനായി സ്തോത്രം. എന്നാൽ ഇനിയും ഞങ്ങൾക്ക് ദേവദാസിൽ നിന്ന് സ്വർഗീയ വചനം ഞങ്ങൾക്ക് കേൾപ്പാനുണ്ട്, ശ്രവിക്കുവാനുണ്ട്, ബലപ്പെടുവാനുണ്ട് എന്നൊക്കെയായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടെ ഒരുമിച്ച് തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുന്നു സ്വർഗീയ പിതാവേ. Praise the Lord. Praise the Lord. Okay. Yeah. Okay. കേൾക്കാവോ? ഓക്കെ, താങ്ക് യു. കർത്താവിന്റെ ഇത് പരിശുദ്ധമേറിയ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ അനുഗ്രഹീതമാകുന്ന ഈ വിശുദ്ധ ഞായറാഴ്ച ആരാധനയിൽ
കർത്താവിന്റെ വിലയേറിയ ദാസൻ പ്രിയ സണ്ണി പാസ്റ്റർ കുടുംബം, കർത്തദാസിന്റെ സഭ, അവിടെയുള്ള ദൈവമക്കൾ, കേംബ്രിഡ്ജിലെ ദൈവസഭ, നിങ്ങൾക്കെല്ലാവർക്കും വിശേഷയായി സുമിൽ കൂടി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ആരാധനയിൽ സംബന്ധിച്ച് ദൈവദിനം ശ്രവിക്കുന്ന വാത്സല്യ കർത്താവിന്റെ മക്കൾക്കെല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനവും നന്ദിയും ഈ വൈകവേളയിൽ നിങ്ങളുടെ ആരാധനയിൽ ഞാൻ അറിയിക്കട്ടെ. സംഭവകുലമായ ലോക ജീവിത യാത്രയിൽ നമ്മുടെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അത്ഭുതകരമായി അതിശയകരമായി ദൈവം നമ്മെ നടത്തുന്നു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ 2019 വർഷാവസാനം നടന്ന ഫാസ്റ്റിംഗ് പ്രയറിൽ എനിക്ക് അവിടെ കടന്നു വരുവാനും ദൈവദാസിന്റെ ആത്മീയവും ഭൗതികമാകുന്ന കർത്തദാസിന്റെയും കുടുംബത്തിന്റെയും സഭയുടെയും കൂട്ടായ്മകൾ പങ്കുചേരുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. നന്ദിയോടെ ഞാനതെല്ലാം ഓർക്കുന്നുണ്ട്. ഞാന് ഇടയ്ക്ക് കർത്താവിന്റെ ദാസനെ വിളിച്ച് ക്ഷേമമൊക്കെ അന്വേഷിക്കും. ദൈവസഭയെ ഓർത്ത് ഞങ്ങൾ ഇവിടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് പകലിൽ കർത്താവ് ഇങ്ങനെ ഒരു അവസരം കൂടെ ഈ സുമിൽ കൂടെ മീറ്റിംഗിൽ നമുക്ക് ഒരുമിച്ച് ദൈവദിന ശുശ്രൂഷയിലും ആയിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള കർത്താവിന്റെ ദാസൻ പറഞ്ഞ ആ സമയം നമുക്ക് ദൈവവചന കേൾവിക്കായി നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഈ വൈകിയ സമയത്ത് വിശുദ്ധ ആരാധനയോടുള്ള ബന്ധത്തിൽ ദൈവദിന ചിന്തയ്ക്കായിട്ട് നമുക്കൊരു തിരുവെഴുത്ത് വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം, ബുക്ക് ഓഫ് ജോൺ, ചാപ്റ്റർ 9, വേർഡ്സ് 1 to 3. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ ദൈവദിന ധ്യാനത്തിനായിട്ട് നമുക്ക് വായിക്കാം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പകലിനായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയോട് ചേർന്ന് നിന്റെ കുഞ്ഞുങ്ങളിൽ ഈ മീറ്റിംഗിൽ കൂടി സംബന്ധിക്കുന്ന എല്ലാ കർത്താവിന്റെ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ തിരുവചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവാം ദൈവമേ, തുടർന്നുള്ള സമയം അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ സഭയ്ക്കായിട്ടും സ്തോത്രം. തിരുനാമം മഹത്വം എടുക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. നാം ഇവിടെ വായിച്ച ദൈവത്തിന്റെ വചനം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത് വേദഭാഗമാണ്. പ്രത്യേകിച്ച് ഓർപ്പിക്കുക, കാരണം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ ഭാഗം നമുക്ക് വളരെ വ്യക്തമായി അറിയാം. കാരണം പിറവിയിലെ കുരുടനായി പിറന്ന ഒരു മനുഷ്യനെയാണ് നമ്മുടെ കാണുന്നത്. നമ്മുടെ കർത്താവ് കടന്നു പോകുമ്പോൾ ഈ കുരുടനായ മനുഷ്യനെ കണ്ടുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കുവാൻ തക്കവണ്ണം ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടോ എന്ന് കർത്താവിനോട് ചോദിക്കുകയുണ്ടായി. യേശു കർത്താവ് അതിന് മറുപടി കൊടുത്തത്, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, പിന്നെയോ അവങ്കൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം അവിടെ ഉന്നയിക്കുവാൻ ഉണ്ടായ കാരണം? അത് മറ്റൊന്നുമല്ല, ഈ പരീശന്മാർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതി, യഥാസ്ഥിതിക ചിന്താഗതി,
കഷ്ടതകളെല്ലാം അത് ദൈവ ശിക്ഷയാണെന്നും ഭൗതികമാകുന്ന അനുഗ്രഹങ്ങൾ ദൈവാനുഗ്രഹമാണെന്നും യഥാസ്ഥിതിക ചിന്ത അന്ന് പരീശന്മാർക്കുണ്ടായിരുന്നു. കഷ്ടതയെല്ലാം അത് ദൈവശിക്ഷയാണ്, ഭൗതികമാകുന്ന അനുഗ്രഹങ്ങളെല്ലാം അത് ദൈവാനുഗ്രഹമാണെന്നുള്ള ഒരു ചിന്ത അന്ന് ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനുള്ള കാരണം നമ്മള് ദൈവദിനത്തിൽ കാണുമ്പോൾ ആവർത്തന പുസ്തകം അതിന്റെ 27-ാം അധ്യായവും 28-ാം അധ്യായവുമാണ് അതിന്റെ പശ്ചാത്തലം. കാരണം നാം അവിടെ ആവർത്തന പുസ്തകം 27-ഉം 28-ഉം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ 2 അധ്യായത്തിൽ ഈ പറഞ്ഞ ചിന്തകളോട് ചേർന്ന് പഴയ നിയമ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ ന്യായപ്രമാണത്തെ കുറിച്ച്, ന്യായപ്രമാണത്തിൽ നിൽക്കുന്ന വ്യവസ്ഥകളെ കുറിച്ച്, പ്രമാണത്തിൽ നിൽക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഓരോ ഭാഗങ്ങൾ മുഴുവനും നമ്മൾ വായിച്ച് നമ്മൾ അതിനകത്ത് ഞാൻ സമയം കളയുന്നില്ല, നിങ്ങൾ സമയം പോലെ നോക്കിയാൽ മതി. 27-ഉം 28-ഉം അധ്യായം. എന്നാൽ 28-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് എന്ന് പറയുമ്പോൾ 14 മുതൽ അനുഗ്രഹത്തെ കുറിച്ചാണ് ആ ഭാഗം പറയുന്നത്. എന്നാൽ അതിന്റെ 15 മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ അനുഗ്രഹത്തിന് പകരം അവിടെ ശാപം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പരീശന്മാരുടെ ഇടയിൽ യാഥാസ്ഥികമായ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ കഷ്ടതകളെല്ലാം അവരവരുടെ ജീവിതത്തിൽ വരുന്നത് അത് ദൈവശിക്ഷയാണ്. ജീവിതത്തിൽ ഭൗതികമാകുന്ന അനുഗ്രഹങ്ങൾ വരുന്നത് അത് ദൈവാനുഗ്രഹങ്ങളാണെന്നാണ് അവർ ചിന്തിച്ച്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം അവർ അവിടെ കർത്താവിനോട് ചോദിച്ചത്. ഇവൻ കുരുടനായി പിറക്കുവാൻ തക്കവണ്ണം ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടോ എന്നവിടെ കർത്താവിനോട് ചോദിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൽ നമ്മൾ ചില വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യോബിന്റെ പുസ്തകം അതിന്റെ 8-ാം അധ്യായം, യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ അവിടെ നമ്മൾ കാണുന്നു. നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. അപ്പോൾ തന്നെ യോബിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ, നേരുള്ളവൻ എവിടെ മുടിഞ്ഞു പോയിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ പ്രവാചകനാകുന്ന യെഹെസ്കേൽ തന്റെ പ്രവചനത്തിൽ, യെഹെസ്കേൽ പ്രവചനം അതിന്റെ 18-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നതുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിന്താഗതികൾ അന്ന് ഈ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതെല്ലാം അവര് മനസ്സിൽ വെച്ചുകൊണ്ടാണ് കർത്താവിനോട് അവർ ചോദിക്കുന്ന ചോദ്യം, ഗുരുവേ, ഇവൻ ഈ നിലകളിൽ പിറക്കുവാനുള്ള കാരണം
ഇതാണോ ഇവൻ പാപം ചെയ്തിട്ടോ അതോ ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടോ എന്നുള്ള ചോദ്യം അവിടെ ചോദിച്ചത്. എന്നാൽ യെഹെസ്കേൽ തന്നെ ആ ചോദ്യം, ആ പഴഞ്ചൊല്ല് ശരിയല്ല എന്ന് യെഹെസ്കേൽ തന്നെ അവിടെ തെളിയിക്കുന്നുണ്ട്. കാരണം യെഹെസ്കേൽ പ്രവചനം അതിന്റെ 18-ാം അധ്യായത്തിന്റെ 19-20 വാക്യം, യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായത്തിന്റെ 19-20, അത് ഈ പഴഞ്ചൊല്ല് ശരിയല്ലെന്നാണ് അവിടെ തെളിയിക്കുന്നത്. ഞാൻ ഓർപ്പിച്ച 27-ഉം 28-ഉം ആവർത്തന പുസ്തകം അധ്യായത്തിലും ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 6-ാമത്തെ വാക്യവും 4-ാം അധ്യായം 7-ാമത്തെ വാക്യവും യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യവും, അവിടെ ആ ചോദ്യം എന്ന് നിൽക്കുമ്പോൾ യെഹെസ്കേൽ തന്നെ പറയുന്നത് ഈ പഴഞ്ചൊല്ല് ശരിയല്ലെന്ന് അവിടെ തെളിയിക്കുന്നു. കാരണം 18-ന്റെ 19-20 ആരെങ്കിലും ഒരാളെന്ന് വായിച്ചേ ഉറക്കെ. എന്നാൽ മകൻ അപ്പന്റെ അകത്ത് വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മകൻ നീതിയും ന്യായം പ്രവർത്തിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പന്റെ അകത്ത് വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകത്തും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. അപ്പോൾ ആ ഒരു ചിന്ത യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്ന അതേ അധ്യായത്തിൽ തന്നെ അതിന്റെ 19-ഉം 20-ലും വാക്യത്തിൽ ഈ പഴഞ്ചൊല്ല് ശരിയല്ലെന്നാണ് അവിടെ തെളിയിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു, മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചു നടക്കുന്നു എങ്കിൽ അവൻ ജീവിച്ചിരിക്കും. 20-ാമത്തെ വാക്യം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. അപ്പോൾ തന്നെ അവിടെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ യെഹെസ്കേൽ എന്താ അവിടെ പറയുന്നത് നോക്കിക്കാട്ടെ. അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കോണം ന്യായം വിധിക്കുമെന്ന് യഹോവയെ കർത്താവിന്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളെ ഒക്കെയും വിട്ടുതിരുവിൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവിൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവിൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? മരിക്കുന്നതിന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയെ കർത്താവിന്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുവിൻ. അപ്പോൾ ഈ ഒരു ചിന്ത അവരുടെ ഉള്ളത്തിൽ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശു കർത്താവിനോട് ഈ പരീശന്മാർ ഈ ചോദ്യം ചോദിച്ചത്. വാത്സല്യ ദൈവത്തിന്റെ മക്കളെ, എന്നാൽ നമ്മുടെ കർത്താവ് ഇവിടെ പറയുന്ന ഒരു ഭാഗം ഇവിടെ എങ്ങനെയാണ്? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിനത്ര ഈ മനുഷ്യൻ ഈ അവസ്ഥയിലായിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത അനുഭവത്തിൽ നമ്മൾ തന്നെ ചിലരുടെയൊക്കെ താഴ്ചകളും വേദനകളും ഭാരങ്ങളും കഷ്ടതകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ തന്നെ പലരെ കുറിച്ചും നമ്മളിങ്ങനെ അഭിപ്രായം പറയാറുണ്ട്. അവന്റെ ഗുണം കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ അപ്പന്റെ ഗുണം കൊണ്ട്, അവന്റെ ദോഷം കൊണ്ട്. ചിലർ പറയും അവന്റെ തലവരെ, എന്റെ തലവരെ എന്നൊക്കെ പറയാറുണ്ട്. എന്റെ പ്രിയരെ, നമ്മൾ അങ്ങനെ അന്യോന്യം ശപിക്കുവാനോ നമ്മുടെ ജീവിതത്തെ കണ്ട് നമ്മുടെ ജീവിത അനുഭവത്തെ നോക്കി
നാം തന്നെ ശാപഗ്രസ്തരായി തീരുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്നത് ഇവങ്കൽ ഒരു ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. പലപ്പോഴും ഞാനും നിങ്ങളും കടന്നു പോകുന്ന ചില കഷ്ടതകളുടെ നടുവിൽ, ചില ഭാരങ്ങളുടെ നടുവിൽ, ചില വിഷയങ്ങളുടെ നടുവിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന ചില മേടുകൾ നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട്, കർത്താവ് എന്തുകൊണ്ടാണ്. എന്നാൽ ഇന്ന് പകലിൽ ദൈവസഭയോട് ഞാൻ പറയട്ടെ, ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഇത് കണ്ടുകൊണ്ട് നിരാശപ്പെടുവാനല്ല, ഒരു ദൈവപ്രവൃത്തിയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഇവിടെ ഞാൻ ഇങ്ങനെ പറയാം, ഇവിടെ ഒരു വാദപ്രതിവാദമല്ല നമുക്ക് ആവശ്യം. ഈ മനുഷ്യനെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട്, എന്താണിങ്ങനെ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ആരുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ള ഒരു വാദപ്രതിവാദമല്ല അവിടെ നടത്തേണ്ടത്. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജോലി മണ്ഡലങ്ങളിൽ കടന്നു പോകുമ്പോൾ, ഉയർച്ചകളും താഴ്ചകളും വരുമ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ച് ഒരു വാദപ്രതിവാദം അവിടെ നടത്തുകയല്ല ചെയ്യേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പിന്നെയോ ഒരു പ്രവർത്തനമാണ് ഈ മനുഷ്യൻ ആവശ്യം അവിടെ ആയിരിക്കുന്നത്. അല്ലയോ പരീക്ഷന്മാരെ, ശിഷ്യന്മാരെ, ഇവിടെ ഒരു വാദപ്രതിവാദം നടത്തിക്കൊണ്ട് ഈ മനുഷ്യന് സൗഖ്യം പ്രാപിക്കുകയില്ല, അവന്റെ പ്രശ്നത്തിന് വിടുതൽ ലഭിക്കുകയില്ല. പിന്നെ എന്താണ് അവിടെ ആവശ്യമായിരിക്കുന്നത്? ഒരു ദൈവത്തിന്റെ ഒരു പ്രവർത്തനമാണ് ഈ മനുഷ്യൻ ആവശ്യം. കാരണം അവൻ കുരുടനായിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്? ഈ ഊഹാഭോഗങ്ങൾക്ക് അവസരമാക്കാതെ ഒരു ദൈവത്തിന്റെ പ്രവർത്തിക്ക് നാം അവസരം ഒരുക്കണമെന്നാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഒരു പ്രബോധനമാണ് കർത്താവ് ജനത്തിന് കൊടുക്കുന്നത്. നിങ്ങളിങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അവളുടെ ദോഷം കൊണ്ട്, അവന്റെ ദോഷം കൊണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇന്ന് പകലിൽ അങ്ങനെയുള്ള വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും നിർത്തിയിട്ട് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഈ മനുഷ്യനിൽ വെളിപ്പെടേണ്ടതിന് അവിടെ പ്രാർത്ഥനയാണ് ആവശ്യം, അവിടെ നിലവിളിയാണ് ആവശ്യം. ഇന്ന് പകലിൽ നമ്മുടെ ജനത്തിന്റെ ഇടയിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ, ഒരു കുടുംബത്തൊരു ഭാരമുണ്ടാകുമ്പോൾ, ദൈവസഭയിൽ ഒരു വിഷയമുണ്ടാകുമ്പോൾ, അത് ഇന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് വാദപ്രതിവാദം നടത്തി എന്റെ നിങ്ങളുടെ സമയങ്ങൾ വേസ്റ്റാക്കി കളയാതെ, സമയം നഷ്ടപ്പെടുത്തി കളയാതെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ആര് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുവോ, ആര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ, അവന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെയൊക്കെ ഇടയിൽ ഇങ്ങനെയുള്ള പല സംസാരങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഇന്ന് മകളിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ശിഷ്യന്മാർ, ഈ പരീക്ഷന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യത്തിന് കർത്താവ് കൊടുക്കുന്ന മറുപടി അതാണ്. ഞാൻ തിരുവചനത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 28-ന്റെ 4 മുതൽ 6 വരെ. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കുലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട്
നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷം ഒന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സുമാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. നോക്കണമേ, ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവിന്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് തന്നോടുകൂടെ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവർ അവർ യാത്ര ചെയ്ത് ഇക്കരെ കടന്ന് രക്ഷപ്പെട്ട ശേഷം മെലീത്ത എന്ന് അവിടെ അവർ ഗ്രഹിച്ചു. അവിടെ എത്തിയപ്പോൾ നമ്മളവിടെ ഇങ്ങനെയാണ് കാണുന്നത്: മഴയും ശീലവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിൽ ഇട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബറിമാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കുലപാതകൻ, സംശയമില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞ് നോക്കണമേ, അവിടെയും ഒരു വിഷയം കണ്ടോ? പൗലോസിന്റെ കയ്യിൽ ആമേൻ ഈ തൂങ്ങിക്കിടക്കുന്ന ജന്തുവിനെ കണ്ടുകൊണ്ട് അവർ നീതിദേവി അവനെ ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല, ഈ മനുഷ്യൻ ഒരു കുലപാതകനാണ്. എന്നാൽ കർത്താവിന്റെ ദാസൻ പൗലോസ് ആ ജന്തുവിനെ തീയിൽ അവൻ കുടഞ്ഞു കളഞ്ഞു. അവനൊരു ദോഷവും അവിടെ പറ്റിയില്ല. അവൻ നീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു. പ്രിയരെ, ഞാനിത് ഓർപ്പിച്ചത് അവിടെ ചില തർക്കങ്ങളും ഊഹാപോഹങ്ങളുമാണ് മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായത്. എന്നാൽ ഇന്ന് വൈകിവേളയിൽ വിശുദ്ധ ആരാധനയിൽ ഞാൻ ദൈവജനത്തോട് പറയട്ടെ, നമ്മുടെ ജീവിത അനുഭവത്തിൽ കൂടി, പല ഭാരങ്ങളിൽ കൂടി, പ്രയാസങ്ങളിൽ കൂടി കർത്താവിന്റെ ദാസനെ, ദൈവത്തിന്റെ ദാസിയെ ഞാനും നീയും കടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായി പലതും നമ്മുടെ മുമ്പിൽ കടന്നു വരാൻ സംഭവിക്കാം. എന്നാൽ അതിന്റെ നടുവിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം തന്റെ ധനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നീ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുടെ നടുവിൽ കടന്നു പോകുന്ന നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ ഇന്ന് പകലിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽക്കുള്ളിൽ വെളിപ്പെടുവാനുണ്ട്. നിന്റെ ഭവനത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുണ്ട്. നീ ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവത്തിന്റെ സഭയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുണ്ട്. അതിനു വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ വാസ്തവമായിട്ടും ഒരു ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. പലപ്പോഴും നമ്മുടെ ആരാധനയിടങ്ങളിൽ, ആരാധനാ സ്ഥലങ്ങളിൽ കൂട്ടുവിശ്വാസിക്ക് എന്തെങ്കിലും വല്ല അനർത്ഥങ്ങളോ ഒരു പ്രയാസങ്ങളോ വന്നാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഇന്നതുകൊണ്ടാണ് അവര് വന്നത്, അവൾക്കത് വരേണ്ടതായിരുന്നു, അവൾക്കത് സംഭവിക്കേണ്ടതായിരുന്നു എന്നാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത്. എന്നാൽ ഇന്ന് വൈകിവേളയിൽ ആരാധനയിൽ ദൈവത്തിന്റെ പൈതലെ നീ മനസ്സിലാക്കണം, അതുപോലും പറഞ്ഞു നിന്ന് നമ്മുടെ സമയങ്ങൾ കളയരുത്. വാദപ്രതിവാദങ്ങൾ നടത്തരുത്, വാഗ്വാദങ്ങൾ നടത്തരുത്, ഊഹാപോഹങ്ങളിൽ കൂടി കടന്നു പോകരുത്. ഇന്ന് പകലുവേളയിൽ ആ കൂട്ടുവിശ്വാസിക്കുണ്ടായ ആ വിഷയത്തിന്റെ മേൽ, ദൈവസഭയിൽ കടന്നു വന്ന പ്രശ്നത്തിന്റെ മേൽ മറ്റൊരാളുടെ തലയിലും കെട്ടിവെക്കുവാൻ നമ്മൾ സമയം കണ്ടെത്താതെ യേശുവപ്പ എന്ന് നിലവിളിച്ചുകൊണ്ട് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ആഗ്രഹത്തോടെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ചില വിഷയത്തിന്റെ മേൽ വിടുതൽ തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതിനോട് ചേർന്ന് മറ്റൊരു ഭാഗങ്ങൾ നിങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ
1 മുതൽ 12 വരെയുള്ള ചില വാക്യങ്ങളാണ്. അവിടെ നാം ഇങ്ങനെ കാണുന്നു. ഒന്ന് വായിച്ചാട്ടെ, നിങ്ങളും സഹകരിച്ചാട്ടെ. ദൈവത്തിന് ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായിയാൽ നമ്മൾ വായിച്ച ആദ്യത്തെ ഭാഗം, ഇവനോ നിന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടോ എന്ന് പറയുമ്പോൾ ആ ഒരു വാഗ്വാദങ്ങൾ, വാദപ്രതിവാദം, ഊഹാമോഹങ്ങൾ അവിടെ നടക്കുമ്പോൾ നാം ഇവിടെ വായിച്ച ഈ ഭാഗങ്ങൾ ഒരു പക്ഷപാതക്കാരനെ 4 ആൾ ചുമന്ന് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരിക. ദൈവത്തിന് സ്തോത്രം. 9-ാം അധ്യായത്തിൽ അവിടെ പരീശന്മാർ പല പഴയ കാര്യങ്ങൾ ഓർത്ത് ചിന്തിച്ച് അവർ പറയുമ്പോൾ ദാ ഇവിടെ ആ ശാപം കൊണ്ടല്ല, പാപം കൊണ്ടല്ല ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് കർത്താവ് പറയുമ്പോൾ ഇവിടെ നോക്കൂ, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പക്ഷപാതം പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ 4 ആൾ കിടക്കയോടെ ചുമന്നുകൊണ്ട് യേശു കർത്താവിന്റെ അടുക്കലേക്ക് വരികയാണ്. യേശു ഇരിക്കുന്നിടത്ത് വരിക. ശ്രദ്ധിക്കണം ദൈവമക്കൾ, ഇവിടെ അവര് 4 പേരും ഇവനിങ്ങനെ പക്ഷപാതം പിടിച്ച് ഈ കിടക്കയിൽ കിടക്കുന്നത് ഇവന്റെ ദോഷം കൊണ്ടാണെന്നോ, ഇവന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം കൊണ്ടാണെന്നോ, ഇവന്റെ അപ്പന്റെ അമ്മയുടെയും ദോഷം കൊണ്ടാണെന്നോ, ഇവൻ ചെയ്ത പ്രവൃത്തി കൊണ്ടാണെന്നോ ഒന്നും ഈ 4 പുരുഷന്മാർ അവിടെ വാക്കുവാദങ്ങൾ പറഞ്ഞു, തർക്കിച്ചോ. ദൈവത്തിന്റെ പൈതലെ, സമയങ്ങൾ കളയാതെ ഒരു ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഈ പക്ഷപാതക്കാരനെ അവർ 4 പേർ ആ കിടക്ക എടുത്തു ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് ഇന്ന് പകലിൽ നാം ഒന്ന് ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ 4 പുരുഷന്മാർ, ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞ ഒരു പേഴ്സണൽ ഇവാഞ്ചലിസം, വ്യക്തിപരമായ സുവിശേഷം. ഒരുപക്ഷെ ഈ മനുഷ്യൻ എങ്ങനെ ഈ ഒരു വീട്ടിൽ പക്ഷപാതം പിടിച്ച് കിടപ്പിലായിരിക്കുന്നത് എങ്ങനെ ഇവരറിഞ്ഞു? ദൈവസഭയെ അറിയണം, ദൈവമക്കൾ അറിയണം. അവിടെ ഒരു വ്യക്തിപരമായ ഒരു സുവിശേഷം ഒരുപക്ഷെ നടത്തി. നമ്മുടെ ഇന്നത്തെ നാട്ടിലെ പോലെ അവിടെയൊക്കെ ഉള്ളതുപോലെ ലഘുലേഖ കാഴ്ചകൾ കൊടുക്കാൻ പോകുമോ? അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു രോഗി കിടക്കുന്നതായി ഈ ചെറുപ്പക്കാരുടെ കണ്ണിൽപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അവര് മറ്റൊന്നും പറയാതെ, അവർ മറ്റൊന്നും ചിന്തിക്കാതെ, ശാപവാക്കുകൾ പറയാതെ, ശാപദോഷങ്ങൾ പറഞ്ഞ് ആരുടെയും തലയിൽ കെട്ടിവെക്കാതെ കിടക്കിയോടെ ആ മനുഷ്യന്റെ കിടക്കിയെ ചുമന്നുകൊണ്ട് അവര് 4 പേരും യേശു ഇരിക്കുന്നിടത്ത് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഞാനിങ്ങനെ ഒരു കാര്യം പറയട്ടെ. ഈ ചെറുപ്പക്കാര് 4 പേര് ഈ കിടക്ക ചുമക്കുവാനുള്ള, ഈ മനുഷ്യനെ ചുമക്കുന്ന ആരോഗ്യം അവർക്കുണ്ടോ? ഞാൻ പറയാം, ഒരുപക്ഷെ അവർ ശാരീരികമായി അത്രയും ആരോഗ്യമില്ലേലും അവർ ആത്മാവിൽ ഒന്നാണ്, അവർ ഐക്യതയിൽ ഒന്നാണ്, അവർ ഒരു മനസ്സാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ചിന്തിക്കുക, ഇവര് 4 പേരും ഈ മനുഷ്യനെ കിടക്കയോടെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഇന്നത്തെ ആരാധനയ്ക്ക് വരുന്ന വിശ്വാസികളെ പോലെ അവര് പറഞ്ഞു കാണുകയില്ല. എന്താണെന്നറിയാമോ? ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരി ഈ രോഗിയെ കിടക്കയിൽ കിടക്കുന്നവരെ തട്ടിയിട്ട് പറയണ, നീ വിഷമിക്കണ്ട, അങ്ങോട്ട് ഞങ്ങൾക്ക് ചുമന്നു കൊണ്ടുപോകുവാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചും നിന്നെ ചുമന്നു കൊണ്ടുവരുവാൻ ആരോഗ്യമുണ്ട് എന്ന് അവര് 4 പേരും പറഞ്ഞില്ല. നമ്മളാണ് എന്ന് പറയും, നീ നമ്മളാണ് രോഗിയെ എങ്ങനെ ആശ്വസിപ്പിക്കും, നീ ഭാരപ്പെടുവൊന്നും വേണ്ട കേട്ടോ,
സൗഖ്യമായില്ലേലും വിടുതല കിട്ടിയില്ലേലും ഞങ്ങൾ നിന്നെ വിട്ടേച്ച് പോകത്തില്ല, തിരിച്ച് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവരാം. പക്ഷെ ഈ ചെറുപ്പക്കാരെങ്ങനെ പറഞ്ഞില്ല സഹോദരങ്ങളെ? കാരണം എന്നാണെന്നറിയാമോ? അവർക്ക് 4 പേരും ഏകയാത്മാവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവരെ തിരിച്ചു ചുമക്കേണ്ടതായി വരികയില്ല. ഓ ഇന്ന് പകലെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ വിഷയമായി, നിന്റെ ഭാരവുമായി, നിന്റെ ചുമടുമായി നീ ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവസന്നിധിയിൽ വരുന്ന നീ തിരിച്ച് ആ ചുമടുമായി, ആ ഭാരമായി തിരിച്ചു മടങ്ങി പോകുവാനല്ല, അതിന്റെ വലിയ വിടുതൽ കണ്ടു വേണം ഇന്ന് പകലിൽ ആരാധന കഴിഞ്ഞ് നമ്മുടെ റൂമിലേക്ക് പോകുവാൻ, നമ്മുടെ ഭവനത്തിലായിരിക്കുവാൻ. ഓ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ അവിശ്വാസത്തിന്റെ വാക്കുകളല്ലേ കുട്ടിവിശ്വാസിയോട് പറയുന്നത്. എന്നാൽ ഈ ചെറുപ്പക്കാർ 4 പേരും അങ്ങനെ പറഞ്ഞില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇവർക്ക് വേണേ പറയാമായിരുന്നു, ആ രോഗിയെ ഇങ്ങനെ ആശ്വസിപ്പിക്കാം, എടാ നീ ഭാരപ്പെടണ്ട കേട്ടോ, ചുമന്നുകൊണ്ട് അങ്ങോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ചുമന്നുകൊണ്ട് നിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ടും വരാം എന്നൊരു അവിശ്വാസത്തിന്റെ വാക്കുകൾ അവർ പറഞ്ഞില്ല. ഈ ചുമക്കുന്നവർക്കറിയാം, ഭാരമേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓ ദൈവത്തിന്റെ പൈതലിനറിയാം, നിന്നെ ഈ ഭാരമായി ഞങ്ങൾ തിരിച്ചു ചുമക്കേണ്ടതായി വരികയില്ല. ഇന്ന് പകലിൽ സഭായോഗത്തിൽ ആരാധനയിൽ ഈ സൂമിൽ കൂടി സംബന്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകലിൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന നിന്റെ റൂമിൽ നീ ഇരിക്കുമ്പോൾ നീ ഭാരത്തോടെ, വിഷയത്തോടെ, പഴയ കാര്യങ്ങൾ ഓർത്ത് ശാപവാക്കുകൾ പറഞ്ഞ്, വാഗ്വാദങ്ങൾ കുടുംബത്തിനകത്ത് പറഞ്ഞ് സമയങ്ങൾ കളയാതെ ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ എന്റെ ജനം കാത്തിരിക്കുന്നെങ്കിൽ, ഓ ചില വിഷയത്തിന്റെ പേരിൽ വിടുതൽ തരുവാൻ, മറുപടി തരുവാൻ ഞാൻ വിശ്വസിക്കുന്ന എന്റെ യേശു മതിയായവരാണ്. കരമുയർത്തിയെല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുമോ? ഈ 4 പുരുഷന്മാർ യൗവനക്കാർ ഈ മനുഷ്യനെ കിടക്കയോടെ ചുമന്നുകൊണ്ട് ചെന്ന വീടിന്റെ മുമ്പിൽ ചെന്നപ്പോൾ അവർക്ക് യേശു കർത്താവിന്റെ അടുക്കലേക്ക് മനുഷ്യനെ കൊണ്ടുചെല്ലുവാൻ കഴിയുകയില്ല. പ്രിയരെ, ഞാൻ വേദനയോട് പറയട്ടെ, ഒരുപക്ഷെ നമ്മളാണെങ്കിൽ പറയും, ഞങ്ങളുടെ ഡ്യൂട്ടി തീർന്നു, ഉത്തരവാദിത്വം തീർന്നു, ഇവനെ ചുമന്നുകൊണ്ട് ഇവിടം വരെ വരിക എന്ന്. ഇനി ആരാന്ന് വെച്ചാൽ അവനെ കൊണ്ടുപോട്ടെ. അവർ വിട്ടില്ല. അവരങ്ങനെ പറഞ്ഞില്ല. അവർ നോക്കിയപ്പോൾ ആമേൻ, വലിയ പുരുഷാരമാണ് ആ വീട്ടിൽ. ഈ മനുഷ്യനെ അവിടെ കൊണ്ടെത്തിക്കുവാൻ കഴിയുകയില്ല. അതിനവർ ചെയ്തെന്താ? ആ വീടിന്റെ പുരമുകളിൽ കയറി അത് പൊളിച്ച് കയറ് കെട്ടി കിടക്കയോടെ ഈ മനുഷ്യനെ യേശു ഇരിക്കുന്ന ഇടത്തേക്ക് അവനെ ഇറക്കി വെച്ചു. ഹലോ, എന്ത് ബുദ്ധിമുട്ടാണ് അവർ ചെയ്തത്? അവിടെ എന്ത് കഷ്ടതയാണ് അവർ ചെയ്തത്? അതാണ് ദൈവമക്കളെ വിശ്വാസം എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, തമാശയിൽ പറയട്ടെ, അവിടെ ഒരു വലിയ ഐക്യത നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു കുടുംബത്തിലാണേലും ഒരു സഭയിലാണേലും ഐക്യതയുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഈ 4 ചെറുപ്പക്കാരും കാണുമ്പോൾ ഐക്യതയാണ്. ഒരുപക്ഷെ എന്താ ഇവർ ഇത്ര പാട് കഴിക്കുന്നത്? കിടക്കയോടെ ചുമന്ന ഈ മനുഷ്യനെ ആ വീടിന്റെ മേൽക്കൂര ഒളിച്ച് ആ കട്ടിലിന് 4 ഓടിന് കയറിട്ട് താഴെയിട്ട് ഇറക്കുമ്പോൾ, ഞാൻ തമാശ പറയാം, 4 പേരും കൂടെ ഒരുപോലെ കയറ് ഇറക്കിയെങ്കിലേ അത്, അല്ലെങ്കിൽ 4 പേരും കയറ് പിടിച്ചിറക്കുമ്പോൾ ഒരുത്തൻ ഒരു മൂല ഒരു ഭാഗം, ഒരു വശം അവൻ അയച്ചു കൊടുക്കാതെ, കയർ അയച്ചു കൊടുക്കാതെ അവൻ ബലമായിട്ട് പിടിച്ചാൽ ആ കട്ടില് ചെരിഞ്ഞവൻ താഴെ വീഴുകയല്ലേ? ഒന്ന് ചിന്തിച്ചേ. 2 പേര് മുറുക്ക പിടിക്കട്ടെ, 2 പേര് അയച്ചു കൊടുക്കട്ടെ, എങ്ങനെയുണ്ട് സംഭവം? വേണ്ട, 3 പേര് കയറയക്കട്ടെ, ഒരുത്തൻ മുറുക പിടിക്കട്ടെ, സംഭവം രോഗി താഴെ കിടക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത്, അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവരുടെ ഐക്യതയാണ്. ദൈവത്തിന് സ്തോത്രം.
പ്രൈസ് ദി ലോർഡ്. ഒരു വീട്ടിലാണേലും ഭവനത്തിലാണേലും പിതാവ്, മാതാവ്, കുഞ്ഞുങ്ങൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ ഐക്യതയോടെ ഒരു മനസ്സോടെ ഒരു വിഷയത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അത് വീടുകളിൽ മാത്രമല്ല, നമ്മുടെ സഭയിലും. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. ആ ഐക്യത നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ആ സഹോദരന്മാരുടെ ഐക്യതയിലാണ്, അവരുടെ ഒരു മനസ്സിലാണ് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. സ്തോത്രം. ഇവിടെ കർത്താവ് തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇതുവരെ കാണാത്തൊരു സംഭവമാണ്. ആണ് മേളിൽ നിന്ന് ഒരുത്തനെ ഇറക്കി, കട്ടിലോടെ ഇറക്കി വെക്കുന്നു. നമ്മളവിടെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ആ രോഗിയെ കർത്താവ് സൗഖ്യമാക്കിയത് ആ കിടക്കയോടെ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം അത് ചെറുതല്ല, അത് വലിയ വിശ്വാസമാണ്. അല്ലാതെ അവിടെ വാദപ്രതിവാദങ്ങളും വാഗ്വാദങ്ങളും ദൈവത്തിന് സ്തോത്രം ഇതൊന്നും പറഞ്ഞ് ഇത് ഈ കഷ്ടത എന്റെ കർമ്മഫലമാണെന്നും ഇതെന്റെ ദോഷമാണെന്നും ഇതെന്റെ വിധിയാണെന്നും ഒക്കെ പറഞ്ഞ് സഹോദരങ്ങളെ സമയങ്ങൾ കളയരുത് കേട്ടോ. കാരണം ഒരു ദൈവപ്രവൃത്തി നിന്റെ അടുക്കലായിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആണ് ഈ കഷ്ടതകൾ കർമ്മഫലമായി കണ്ട് നിരാശപ്പെടാതെ ഒരു ദൈവപ്രവൃത്തിക്കായി നാം കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ നീ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ മേൽ, നിന്റെ പ്രശ്നത്തിന് മേൽ വിടുതൽ തരുവാൻ എന്റെ ദൈവം മതിയായ ദൈവം. നിങ്ങൾ നോക്കിയ ഈ മനുഷ്യനെ ഹല്ലേലൂയ 4 പേര് മുകളിൽ നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അത്ഭുതം കണ്ടു. അവനോട് പറഞ്ഞു, നിന്റെ കിടക്കെടുത്ത് പെട്ടെന്ന് നടന്നോളാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസി സമൂഹമേ, അവിടെയുള്ള ദൈവജനമേ, ദൈവസഭയെ, എന്നെ ശ്രദ്ധിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ദാസിമാരെ, ദൈവമക്കളെ, അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ആ കുരുടനായി പിറന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് അവന്റെ ശാപമാണെന്നും അവന്റെ വിധിയാണെന്നും, ആമേൻ, ഇത് ഈ കഷ്ടത അവന്റെ കർമ്മഫലമാണെന്നും ആമേൻ കണ്ട് അവിടെ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് പകലിൽ നിന്റെ ഭവനത്തിൽ, നിന്റെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ പലതും കണ്ട് നീ അവിടെ നിരാശപ്പെടാതെ, അവിടെ ഭാരപ്പെടാതെ, മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, ആമേൻ, ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആത്മാർത്ഥമായി ആരാധിക്കുന്നുവെങ്കിൽ വാസ്തവമായും ഒരു ദൈവപ്രവൃത്തി നിനക്ക് കാണുവാൻ ഇടയായി തീരുമെന്ന് ഇന്ന് പകലിൽ ആമേൻ ഞാൻ ഈ വചനത്തിൽ കൂടി തന്റെ ദിനത്തെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പരീശന്മാരുടെ ആ ചിന്തകൾ അത് കർത്താവ് ശാസിച്ചു. ദൈവം അത് മാറ്റി. അങ്ങനെ പറഞ്ഞിരിക്കേണ്ട ഒരു സമയമല്ലിത്. ഇന്ന് പകലിൽ വാത്സല്യ ദൈവസഭയെ, നമ്മുടെ സഭയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. ജനത്തിന്റെ ഇടയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. നാം ഇന്ന് കടന്നു പോകുന്ന ഈ ഭാരമേറിയ പ്രയാസങ്ങളുടെ നടുവിൽ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഏതെല്ലാം നിലകളിൽ കടന്നു പോകുന്നു, നമുക്ക് ആത്മാർത്ഥമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്താണ്? കർത്താവേ, ഒരു ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടണമേ. അതിന് നമ്മൾ പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ വാസ്തവമായും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഇന്ന് പകലിൽ തന്നെ ഈ വചനം, ഈ സൂമിൽ കൂടി മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ അവിശ്വാസത്തിന്റെ വാക്കുകൾ നമുക്ക് മാറ്റാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും പഴിചാരേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണമായും സമർപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ഈ വൈകവേളയിൽ വിശ്വസിക്കുന്നു, ഒരു കർത്താവിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനാണ്.
ആമേൻ, ചില കഷ്ടതകളും ഭാരങ്ങളും ഒക്കെ വരുന്നത് അതൊന്നും നമുക്ക് ദോഷമായിട്ടുള്ളതല്ല. അതെല്ലാം നന്മയ്ക്കായി നമ്മുടെ കർത്താവ് തീർത്തെടുക്കും. നമുക്കറിയാം, കൊറോണ രോഗം വന്നത് മുഖാന്തരം പലരുടെയും ജോലി നഷ്ടപ്പെട്ടു പോയി. ഉണ്ടായിരുന്ന ആമീൻ ജോലി ഇല്ലാതെ പോയി. പലരും പല കാര്യങ്ങൾ പ്രതീക്ഷിച്ച് വലിയ കണക്കൂട്ടലൊക്കെ ഇരുന്നവരുണ്ട്. അതെല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ക്ഷീണിച്ചു പോകാതെ, നമ്മൾ തളർന്നു പോകാതെ, നമ്മൾ വാടിപ്പോകാതെ, ഇതിന്റെ എല്ലാ നടുവിൽ കർത്താവേ, അങ്ങയുടെ ഒരു പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എന്റെ കുടുംബത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന എന്റെ സഭയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിങ്ങളുടെ വിശുദ്ധ ആരാധനയിൽ, ആ സഭായോഗത്തിൽ, ഇന്നത്തെ ഈ ആരാധനാ യോഗത്തിൽ, സഭായോഗത്തിൽ നിങ്ങൾ ഏതെല്ലാം വിഷയങ്ങളുമായി, ഭാരങ്ങളുമായിരിക്കാം ഒരുപക്ഷെ ഈ സൂമിൽ ഈ മീറ്റിംഗിൽ നിങ്ങൾ സംബന്ധിക്കുന്നത്. നിങ്ങൾ പാർക്കുന്ന വീടുകൾ, നിങ്ങളുടെ റൂമിൽ, ആമിൽ നിങ്ങൾ ഈ ദൈവദിനം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ആ പക്ഷപാതക്കാരൻ രോഗിയെ 4 ആൾ ചുമന്നുകൊണ്ട് യേശു കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ചല്ലോ. ഈ വൈകവേളയിൽ നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ സംശയങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇറക്കി വെക്കാം. തിരിച്ചു ചുമന്നുകൊണ്ട് പോകുവാനല്ല. ഞാൻ പലപ്പോഴും സൂക്ഷിക്കുന്ന സഭകളിലൊക്കെ പറയാറുണ്ട്, ദൈവമക്കളെ, നമ്മൾ ആരാധനയ്ക്ക് വരുന്നു, നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നിങ്ങൾ വിശുദ്ധ സഭായോഗത്തിൽ കടന്നു വന്നിട്ട് നിങ്ങളൊരു മീറ്റിംഗിൽ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരു ദൈവ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ കടന്നു പോകാവൂ, നമ്മൾ മടങ്ങിപ്പോകാവൂ. നമ്മൾ വന്ന് ചില സമയങ്ങൾ, ചില മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ചിട്ട് നമ്മൾ ഇരുന്ന് നമ്മൾ പോകുകയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരു ദൈവ സാന്നിധ്യം നമുക്ക് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ലോക്കൽ സഭയിൽ പറയാറുണ്ട്, COVID-19 എന്ന ഈ മഹാവ്യാധിയിൽ പല പ്രതിരോധ ശക്തികൾ ലോകപ്രകാരം ഗവൺമെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് നമ്മളും മാനസികമായി പലതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ജനത്തോട് പറയാറുണ്ട്, എന്നാൽ ഇതിനെല്ലാം ഒരു പ്രതിരോധ ശക്തി നമുക്കുണ്ട്. അത് മറ്റൊന്നുമല്ല, അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വൈതലേ, നീ ആത്മാവിൽ നിറഞ്ഞ അന്യ ഭാഷയിൽ ഞാൻ ഇന്ന് ഈ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന സകല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ ഒരു വലിയ അഭിഷേകം, ഒരു വലിയ കൃപ നമ്മുടെ മേലുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ക്ഷീണിതരാകരുത്, നമ്മൾ തളർന്നു പോകരുത്. അതുകൊണ്ട് കർത്താവ് അവിടെ പരീശന്മാർ യേശുവിനോട് ചോദിച്ചതുപോലെ ഇന്ന് പകലിൽ നമുക്ക് ചോദ്യം ചോദിക്കേണ്ട. യേശു പറയുന്ന, മക്കളെ, നിങ്ങൾ ആ മനുഷ്യനെ വിട്, നിങ്ങൾ ആ വിഷയം വിട്, നിങ്ങൾ തർക്കം വിട്, നിങ്ങളുടെ വാഗ്വാദങ്ങൾ വിട്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം. പത്രോസ് യോഹന്നാനും പോകുമ്പോൾ സുന്ദരമെന്ന ദൈവാലയത്തിങ്കിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ അവർ ഉറ്റുനോക്കി. ആമേൻ. മറ്റൊന്നവർക്ക് പറയുവാനില്ലായിരുന്നു. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസറേയനായ യേശുവിന്റെ നാമത്തിൽ നടക്കണം. അവൻ എഴുന്നേറ്റ് തുള്ളിച്ചാടി അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. വാസ്തവമായി നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. എന്റെ സമയം ഇവിടെ തീർന്നുകൊണ്ട് എന്റെ വാക്കിലൂടെ ചുരുക്കട്ടെ. ആ പരീശന്മാരുടെ ചോദ്യത്തിന് കർത്താവ് മറുപടി കൊടുത്തതുപോലെ നമുക്കും ആ ചിന്തകളെല്ലാം മാറ്റിയിട്ട്, നമ്മുടെ പഴയ ചിന്തകളെല്ലാം മാറ്റി, യേശു കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് ആര് ആഗ്രഹിക്കുന്നു, ആരിന്ന് വൈകവേളയിൽ അതിനായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടച്ചാട്ടെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ വചനത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നുകൊണ്ട്, ഈ വചനത്തിൽ നിങ്ങളുടെ റൂമിൽ ഇരിക്കുമ്പോൾ, കസേരയിൽ ഇരിക്കുമ്പോൾ, ഈ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ
നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ്, എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കടന്നുപോയ പല അനുഭവങ്ങളുടെയും നടുവിൽ പലതും ഞാൻ ചിന്തിച്ച വാഗ്വാദങ്ങളും വാദപ്രതിവാദമൊക്കെ എന്റെ ഭവനത്തിൽ ഉണ്ടായിട്ടുണ്ട്, എന്റെ സഭയിലുണ്ട്, എന്റെ ജീവിതത്തിൽ, എന്റെ മനസ്സാക്ഷിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ അതെല്ലാം മാറ്റിവെച്ച് ഒരു ദൈവപ്രവർത്തിക്കായി ഞാൻ അങ്ങയോട് അതിനുവേണ്ടി എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. സമർപ്പണത്തോടെ കർത്താവിന്റെ അടുത്തേക്ക് നമുക്ക് കടന്നില്ല. ആ പക്ഷവാതക്കാരൻ 4 ആൾ ചുമന്നുകൊണ്ട് ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചതുപോലെ നമ്മുടെ സംശയങ്ങളെല്ലാം മാറട്ടെ. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദി. ഈ വൈകവേളയിൽ നിന്റെ ദാസനോടും കുടുംബത്തോടും ദൈവസഭയോടും ചേർന്ന് അല്പസമയം വിശുദ്ധ ആരാധനയിൽ സൂമിറ്റെങ്കിൽ എളിവിന് ദൈവത്തിന് ശുശ്രൂഷിപ്പാൻ അവിടുന്ന് കൃപ നൽകി. യേശുവപ്പാ, ഈ വചനം കേട്ട അങ്ങയുടെ മക്കളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പല ശോധനകളും കഷ്ടതകളും ഭാരങ്ങളും ഞങ്ങൾ വചനത്തിൽ ചിന്തിച്ചതുപോലെ പലതും ഞങ്ങൾ അയവിറക്കുമ്പോൾ അവയെല്ലാം ഞങ്ങൾ മാറ്റിവെക്കുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പരീക്ഷന്മാരോട് പറഞ്ഞതുപോലെ ഇല്ലെങ്കിൽ ഒരു ദൈവപ്രവർത്തിക്കായിട്ട് നമുക്കതിനു വേണ്ടി കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തിന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി അങ്ങ് അവിടുന്ന് വെളിപ്പെടുത്തണമേ. ഏതെല്ലാം വിഷയത്തിന് മേൽ വിടുതൽ മറുപടി ലഭിക്കാനുണ്ടോ അതെല്ലാം ദൈവം നൽകണമേ. അവിശ്വാസങ്ങളെ അവിശ്വസ്തതകളെ എല്ലാം ദൈവം ക്ഷമിക്കണമേ. ഞങ്ങളുടെ വാക്കുകളെല്ലാം നിങ്ങളോട് പൊറുക്കണമേ. കർത്താവെ, അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആർക്കൊരു ദോഷമോ ഭാരമോ ഒന്നും ഉണ്ടാകുവാൻ സ്വർഗമേ നീ ഇവിടെ അനുവദിക്കരുത്. നിന്റെ മക്കളെല്ലാവരെയും കൃപയിൽ കാക്കണം. എളിവനെയും തൃക്കരങ്ങളിൽ താഴ്ത്തുന്നു. പിതാവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.